നോക്കൂ, കണ്ണുനീർ, ഫിയർ ഭയം, ഓഫ് ഫിയർ ഭയത്തിന്റെ കണ്ണുനീർ. അമ്മയിൽ നിന്ന് യാതൊരു മറുപടിയും ലഭിക്കാതെ വന്നപ്പോൾ അവർ എന്തു ചെയ്തു? ദെൻ പിന്നീട് അവർ റേൻ ഓടി. എവിടത്തേക്കാ ഓടിയത്? ടു ദി ലിവിംഗ് റൂം എന്നാൽ സ്വീകരണമുറി. അവർ സ്വീകരണമുറിയിലേക്ക് ഓടി. അപ്പൊ അവിടെ എന്താണ് കൂട്ടുകാരെ കാണുന്നത്? മദർ, അമ്മ വോസ് ആയിരുന്നു, ലൈങ് എങ്കിൽ കിടക്കുകയായിരുന്നു, ഓൺ ദ ഫ്ലോർ. എവിടെയാണ് കിടക്കുന്നത്? തറയിൽ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ലൈ കൂട്ടുകാർ കണ്ടില്ലേ? ലൈ നുണ എന്നൊരു അർത്ഥമുണ്ട്. പിന്നീട് സെയിം സ്പെല്ലിംഗ് ലൈ കിടക്കുക എന്നൊരു അർത്ഥവുമുണ്ട്. കിടക്കുക മനസ്സിലായില്ലേ? ഇവിടെ അതിൻ്റെ ING ആണ്. വാസ് ലൈയിങ്, കിടക്കുകയായിരുന്നു. കൂട്ടുകാർക്ക് അറിയാമല്ലോ. നോക്കൂ, ലുക്ക് ഹിയർ. അമ്മ തറയിൽ ഒരു ബോധവുമില്ലാതെ കിടക്കുന്നത് കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ. ഓക്കെ. മോം, അമ്മ. ഡിൽന കോൾഡ്, ഡിൽന വിളിച്ചു. എങ്ങനെ വിളിച്ചത്? ലൗഡ്ലി, ഒച്ചത്തിൽ വിളിച്ചു. കാരണം എന്താ ഇവിടെ ഒച്ചത്തിൽ വിളിക്കാൻ? ആദ്യം വിളിച്ചപ്പോൾ അമ്മയിൽ നിന്ന് യാതൊരു പ്രതികരണവുമില്ല. അപ്പോൾ ഡിൽന ഇവിടെ കോൾഡ് ലൗഡ്ലി, ഉറക്കെ വിളിച്ചു. ഷീ, അവൾ, അതായത് അമ്മ, ഡിഡിൻഡ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉത്തരം പറയുക എന്നാണ് അർത്ഥം. ഷീ ഡിഡ് നോട്ട് ആൻസർ, അവൾ ഉത്തരം പറഞ്ഞില്ല, അതായത് അവൾ മിണ്ടിയില്ല. വൈ, എന്തുകൊണ്ട്? ഈസ് മോം, എന്തുകൊണ്ടാണ് അമ്മ ലൈങ് കിടക്കുന്നത്? ഓൺ ദ ഫ്ലോർ, അല്ലേ, നിലത്ത്. എന്തുകൊണ്ടാണ് അമ്മ കിടക്കുന്നത്? ഈസ് ഷീ സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയാണോ? ഐസക് ആസ്ക്ഡ്, ഐസക് ചോദിച്ചു. ആരോടാ ചോദിച്ചത്? ഹിസ് സിസ്റ്റർ, അവന്റെ സഹോദരിയോട് ചോദിച്ചു, അല്ലേ. എന്നിട്ടോ മോം, അമ്മ, വേക്കപ്പ്, ഉണരൂ. ഹി ക്രൈഡ്, അല്ലേ, അവൻ പറഞ്ഞു. അമ്മ ഉണരൂ. അപ്പൊ നോക്കൂ, ഡോണ്ട് വറി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വിഷമിക്കുക. ഡോണ്ട് വറി, വിഷമിക്കണ്ട ഐസക്. ഷീ വിൽ ബി ഓക്കെ, എന്താണ്? ഷീ വിൽ ബി ഓക്കെ എന്നാൽ അവൾക്ക് സുഖമാകും, നീ വിഷമിക്കൊന്നും വേണ്ട. ആര് പറയുന്നതാണ്? ഡിൽന സെഡ്, ഡിൽന പറഞ്ഞു. ട്രൈയിങ്, ശ്രമിച്ചുകൊണ്ട്. ടു കൺസോൾ എന്നാൽ ആശ്വസിപ്പിക്കുക എന്നർത്ഥം. ടു കൺസോൾ ഹിം, അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഡിൽന പറഞ്ഞു. ഡിൽന, അതിനുശേഷം ഡിൽന എന്താ ചെയ്തെന്ന് നോക്കൂ. ഡിൽന റഷ്ഡ്, ഓടി. ടു ഹെർ മദേഴ്സ് സൈഡ്, അമ്മയുടെ സൈഡ്, നിയർ എന്നർത്ഥം. അമ്മയുടെ അടുത്തേക്ക് ഓടി. ആൻഡ് എന്നിട്ട് ഷെയ്ക്ക് കുലുക്കുക, കുലുക്കി. ഹെയർ അവളെ, ജെന്റിലി സാവധാനത്തിൽ. ഡിൽന അമ്മയുടെ അടുത്തേക്ക് ഓടി സാവധാനത്തിൽ അമ്മയെ കുലുക്കി. നോക്കൂ, മോം, അമ്മ, പ്ലീസ്, ദയവായി. വേക്കപ്പ്, ഉണരൂ. അമ്മേ, ദയവായി ഉണരൂ. ഡിൽന ബെഗ്ഡ്, ബെഗ്ഗിയ എന്ന് പറഞ്ഞാൽ യാചിക്കുക എന്നർത്ഥം. ബെഗ്ഡ് എന്ന് പറഞ്ഞാൽ യാചിച്ചു എന്നർത്ഥം. പക്ഷെ ഇവിടെ റിക്വസ്റ്റഡ് ആണ്, അപേക്ഷിച്ചു. ഡിൽന അപേക്ഷിച്ചു. ബട്ട് എന്നാൽ ഷീ ഡിഡിൻഡ് മൂവ്, അവൾ നീങ്ങിയില്ല, അല്ലേ. കുലുക്കിയിട്ട് പോലും അവൾ നീങ്ങിയില്ല, അനങ്ങിയില്ല. ഡിൽന ട്രൈഡ്, ശ്രമിച്ചു. എഗെയിൻ, വീണ്ടും ശ്രമിച്ചു. രണ്ടാമത്തെ ശ്രമത്തിൽ എങ്ങനെയാണെന്ന് നോക്കൂ. ഷെയ്ക്കിങ്, കുലുക്കിക്കൊണ്ട്. ഹെയർ അവളെ, എ ലിറ്റിൽ ഹാർഡർ, അല്ലേ, കുറച്ചുകൂടി ശക്തിയോടെ കുലുക്കിക്കൊണ്ട് രണ്ടാമതും ശ്രമിച്ചു, അല്ലേ. ബട്ട് എന്നാൽ ഷീ സ്റ്റിൽ ഡിഡിൻഡ് റെസ്പോണ്ട് എന്നാൽ പ്രതികരിക്കുക എന്നർത്ഥം. അവൾ ഇപ്പോഴും പ്രതികരിച്ചില്ല. ഐസക്കിന്റെ ഐസ്, കണ്ണുകൾ,
ഫിൽഡ് നിറഞ്ഞു, ഐസക്കിന്റെ കണ്ണുകൾ നിറഞ്ഞു, വിത്ത് കൊണ്ട്, എന്തുകൊണ്ട്? ടിയേഴ്സ്, കണ്ണുനീർ കൊണ്ട് ഐസക്കിന്റെ കണ്ണുകൾ നിറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ഹി ക്രൈഡ്, ഐസക്ക് കരഞ്ഞു എന്നാണ് അർത്ഥം. നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട്, എന്ത്, കുഡ് ഹാവ് ഹാപ്പൻഡ്, ഹാപ്പൻ സംഭവിക്കുക, കുഡ് ഹാവ് ഹാപ്പൻഡ് സംഭവിച്ചിരിക്കാം, ടു ദ മദർ അമ്മയ്ക്ക്, ആ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചിരിക്കാം? എന്ത് സംഭവിച്ചിരിക്കാം? ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഷീ മേ ഹാവ് ഫെയിൻറ്റഡ്, അല്ലേ? എന്താണ്? ഷീ മേ ഹാവ് ഫെയിൻറ്റഡ്. ഫെയിൻറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ബോധം കെടുക, അല്ലേ? ഷീ മേ ഹാവ് ഫെയിൻറ്റഡ് എന്നാൽ എന്താ അർത്ഥമാണ്? അവൾ ബോധം കെട്ടതാകാം. ഓർ അല്ലെങ്കിൽ ഷീ മേ ബി, അവൾ ആയിരിക്കും, എന്തായിരിക്കും? ആയിരുന്നേക്കാം, അൺകോൺഷ്യസ്, അബോധാവസ്ഥയിലായിരുന്നേക്കാം. ഒന്നുകിൽ അവൾ ബോധം കെട്ട് വീണതാവാം, ആ ഒരൊറ്റ ആൻസർ മാത്രം എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇതും എഴുതാം, ഷീ മേ ബി അൺകോൺഷ്യസ് എന്നും എഴുതാം. നോക്കൂ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ്, എന്താണ്, ഡിൽന ഡു, ഡിഡ് ഡു എന്നാൽ ചെയ്തു എന്നാണ് അർത്ഥം. വാട്ട് ഡിഡ് ഡിൽന ഡു, എന്താണ് ഡിൽന ചെയ്തത്? ടു വേക്ക് അപ്പ്, വേക്ക് അപ്പ് ഉണർത്താൻ, ഹെർ മദർ, അവളെ അമ്മയെ, അവളെ അമ്മയെ ഉണർത്താൻ എന്തായിരുന്നു ഡിൽന ചെയ്തത്? ഫസ്റ്റ് നമുക്കറിയാം, ഡിൽന ഷുക്ക്, ഡിൽന കുലുക്കി, ഹെർ മദർ, അവളെ അമ്മയെ, ജെന്റിലി, സാവധാനത്തിൽ, അറ്റ് ഫസ്റ്റ്, ആദ്യം ഡിൽന അവളുടെ അമ്മയെ സാവധാനത്തിൽ കുലുക്കി. അപ്പോഴും അമ്മ ഉണരാതിരുന്നപ്പോൾ, ആൻഡ് ദെൻ, പിന്നീട്, എ ലിറ്റിൽ ഹാർഡർ, കുറച്ചുകൂടി ശക്തിയിൽ കുലുക്കി. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. വാട്ട് വിൽ ഡിൽന ആൻഡ് ഐസക് ഡു, ഡു ചെയ്യുക, വിൽ ഡു ചെയ്യും. വാട്ട് വിൽ ഡിൽന ആൻഡ് ഐസക് ഡു, ഡിൽനയും ഐസക്കും എന്തു ചെയ്യും? നെക്സ്റ്റ്, അടുത്തതായി ഡിൽനയും ഐസക്കും എന്തു ചെയ്യും? ഡിൽന ആൻഡ് ഐസക് വിൽ സീക്ക് ഹെൽപ്പ്, സഹായം തേടും, ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്നും സഹായം തേടും. അതാണല്ലോ അവർക്കിനി വഴിയുള്ളൂ. നമുക്ക് ഗസ് ചെയ്താലും ഊഹിച്ചാലും ആൻസർ അത് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത ഭാഗത്തിൽ എന്താണ് കാണുന്നത്? ദ കറേജ്, കറേജ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് അറിയാമല്ലോ, ബ്രേവറി, ധൈര്യം. ഡിൽന ബോസ്, ഡിൽനയായിരുന്നു, ഓൺലി 8 years old, 8 വയസ്സ് മാത്രമേ ഡിൽനയ്ക്കുണ്ടായിരുന്നുള്ളൂ. ബട്ട് എന്നാൽ ഏസ് നിലയിൽ, എന്ത് നിലയിൽ? ആസ് ദ എൽഡർ ചൈൽഡ്, മൂത്ത കുട്ടി എന്ന നിലയിൽ. എൽഡർ ചൈൽഡ്, മൂത്ത കുട്ടി എന്നാണ് അർത്ഥം. മൂത്ത കുട്ടി എന്ന നിലയിൽ ഷീ ഹാഡ് ടു ഡു, എന്താണ് ഹാഡ് ടു ഡു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ചെയ്യണമായിരുന്നു. മൂത്ത കുട്ടി എന്ന നിലയിൽ അവൾ ചെയ്യണമായിരുന്നു, സംതിങ്, എന്തെങ്കിലും ചെയ്യണമായിരുന്നു. ഇവിടെ 2 പേരേ ഉള്ളൂ, ഒന്ന് ഐസക്കും, 2 അവന്റെ ചേച്ചി ഡിൽനയുമാണ്. ഇവിടെ മൂത്ത കുട്ടി ആരാണ്? ഡിൽനയാണ്. അപ്പോൾ ഡിൽന എന്തെങ്കിലും ചെയ്യണമായിരുന്നു, ചെയ്യേണ്ടിയിരുന്നു. ഷീ ഫെൽറ്റ്, ഫീൽ തോന്നുക, ഫെൽറ്റ് തോന്നി, സ്കേഡ് ഭയം, ഫിയർ, അവൾക്ക് ഭയം തോന്നി. ബട്ട് എന്നാൽ ഷീ ന്യൂ, അവക്കറിയാമായിരുന്നു. ഷീ ഹാഡ് ടു സ്റ്റേ കാം, അല്ലേ? ഷീ ഹാഡ് ടു സ്റ്റേ കാം എന്നാൽ അർത്ഥം എന്താണ്? അവൾ ശാന്തമായിരിക്കണമെന്ന്, അല്ലേ? കാരണം എന്താ? അവൾ മൂത്ത കുട്ടിയാണ്. അവളും കരഞ്ഞാൽ ഐസക്കിനെ ആര് സമാധാനിപ്പിക്കും? ഷീ, അവൾ, ലുക്ഡ്, നോക്കി, എവരിവേർ, എല്ലായിടത്തും. അവൾ എല്ലായിടത്തും നോക്കി. എങ്ങനെയെങ്കിലും അമ്മയെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി അവൾ എല്ലായിടത്തും നോക്കി.
സഡൻലി പെട്ടെന്ന് ഡിൽന റിമെമ്പേർഡ് ഡിൽന ഓർത്തു ദ ഗെയിം ആ കളി. ഏത് കളിയാണ്? ഷീ അവൾ യൂസ്ഡ് ടു പ്ലേ. യൂസ്ഡ് ടു എന്നാൽ പതിവായി ചെയ്യുന്ന ഒരു കാര്യം കാണിക്കുന്നതാണ്. ഷീ യൂസ്ഡ് ടു പ്ലേ അവൾ പതിവായി കളിക്കുന്ന വിത്ത് കൂടെ ആരുടെ കൂടെ? ഹെയർ ഗ്രാൻഡ് മദർ അവളുടെ മുത്തശ്ശിയുടെ കൂടെ പതിവായി കളിക്കുന്ന ഒരു കളി അവൾ പെട്ടെന്ന് ഓർത്തു. നോക്കൂ, ഷീ റിമെമ്പേർഡ് അവൾ ഓർത്തു ഹെയർ ഗ്രാൻഡ് മദർ അവളുടെ വലിയമ്മ അല്ലെങ്കിൽ മുത്തശ്ശി ആസ്കിങ് പറയുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്. ഷീ റിമെമ്പേർഡ് അവൾ ഓർത്തു ഹെയർ ഗ്രാൻഡ് മദർ അവളുടെ മുത്തശ്ശി ആസ്കിങ് പറയുന്നത്. എന്ത് പറയുന്നത്? ടു കോൾ വിളിക്കാൻ 101 101 ഇൻ ടൈംസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഘട്ടങ്ങളിൽ സമയങ്ങളിൽ എന്നൊക്കെയാണ്. ഇൻ ടൈംസ് ഓഫ് എമർജൻസി. എന്താണ് എമർജൻസി എന്ന് പറഞ്ഞാൽ? അത്യാഹിത ഘട്ടങ്ങളിൽ. ഇൻ ദി ടൈം ഓഫ് എമർജൻസി എന്നാൽ അത്യാഹിത സമയങ്ങളിൽ അത്യാഹിത ഘട്ടങ്ങളിൽ 101 വിളിക്കാൻ അവളുടെ മുത്തശ്ശി ആവശ്യപ്പെടുന്നത് അവൾ ഓർത്തു. അല്ലേ? എന്നിട്ട് മുത്തശ്ശി എന്ത് ചോദിക്കുക? ആ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് കൂട്ടുകാർക്ക് കാണാം. നോക്കൂ, ഡിൽന ഫോൺ ചെയ്യുന്നു 101 മുത്തശ്ശി ഇവിടുന്ന് ചോദ്യം ചോദിക്കുന്നു. അല്ലേ? എന്താണ്? അല്ലെങ്കിൽ ഫയർ സ്റ്റേഷനിൽ നിന്നും അവർ ചോദിക്കുന്ന രീതിയിൽ മുത്തശ്ശി ഇവിടുന്ന് ചോദ്യം ചോദിക്കുന്നു. വാട്ട്സ് യുവർ നെയിം? നിന്റെ പേരെന്താണ്? വേർ ഡു യു ലീവ്? നീ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി ആരോട് ചോദിക്കും? ഡിൽനയോട് ചോദിക്കും. അപ്പോൾ നോക്കൂ, ഡിൽന റിയലൈസ്ഡ്. റിയലൈസ് എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുക. ഡിൽന റിയലൈസ്ഡ് ഡിൽനയ്ക്ക് ബോധ്യപ്പെട്ടു. ദിസ് വാസ് ഇൻ എ ഗെയിം. ദിസ് വാസ് നോട്ട് എ ഗെയിം. ഇതൊരു ഗെയിം അല്ല. എനിമോർ ഇനി മുതൽ ഇതെന്തല്ല? ഒരു ഗെയിം അല്ല, ഇത് യാഥാർത്ഥ്യമായ ഒരു സംഭവമാകാൻ പോവുകയാണ്. ഷീ ന്യൂ അവൾക്കറിയാം. വാട്ട് ഷീ ഹാഡ് ടു ഡു. അല്ലേ? എന്താണ് അവൾ ചെയ്യേണ്ടതെന്ന് അവൾക്കറിയാം. കാരണം എന്താണ്? മുത്തശ്ശി ഒരു ഗെയിം അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ആ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. വൈ എന്തുകൊണ്ട്? ഡിഡ് സ്റ്റേ കാം എന്തുകൊണ്ട്? ഡിൽന വൈ ഡിഡ് ഡിൽന സ്റ്റേ കാം എന്തുകൊണ്ടാണ് ഡിൽന നിശബ്ദത പാലിച്ചത്? എന്തുകൊണ്ടായിരിക്കും പാലിച്ചിട്ടുണ്ടാവുക? ഡിൽന സ്റ്റേയ്ഡ് കാം ബിക്കോസ് കാരണം ഷീ വാസ് അവളായിരുന്നു ദ എൽഡർ ചൈൽഡ്. അല്ലേ? മൂത്ത കുട്ടിയായിരുന്നു. അത് മാത്രമാണോ? ആൻഡ് ഷീ ഹാഡ് ടു ഡു അവൾ ചെയ്യണമായിരുന്നു സംതിങ് എന്തെങ്കിലും. അല്ലേ? മൂത്ത കുട്ടി എന്ന നിലയിൽ അവൾ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് ഡിൽന എന്തായത്? നിശബ്ദത പാലിച്ചത്. വാട്ട് വാസ് എന്തായിരുന്നു? ദ ഗെയിം ആ ഗെയിം ദാറ്റ് ഡിൽന യൂസ്ഡ് ടു പ്ലേ ഡിൽന പതിവായി കളിച്ചിരുന്നത് വിത്ത് ഹെയർ ഗ്രാൻഡ് മദർ അവളുടെ മുത്തശ്ശിയുടെ കൂടെ ഡിൽന പതിവായി കളിച്ചിരുന്ന ആ ഗെയിം എന്തായിരുന്നു? നോക്കൂ, ദേ അവർ അതായത് ഡിൽനയും മുത്തശ്ശിയും യൂസ്ഡ് ടു പ്ലേ പതിവായി കളിക്കുമായിരുന്നു. എ ഗെയിം ഒരു കളി. എബൌട്ട് കോളിംഗ് 101 അല്ലേ? 101 വിളിച്ച് പതിവായി ഒരു കളി കളിക്കാറുണ്ടായിരുന്നു. അതായത് അത്യാഹിത ഘട്ടങ്ങളിൽ എന്താണ് 101 വിളിക്കുന്ന ഒരു കളി അവർ പതിവായി കളിക്കാറുണ്ടായിരുന്നു. വാട്ട് ഡു യു തിങ്ക് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഡിൽന ഈസ് ഗോയിങ് ടു ഡു ഡിൽന ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്താണ്? നമുക്കറിയാം, നമുക്ക് ഗസ് ചെയ്താൽ മനസ്സിലാവും. എന്താണ്? ഷീ വിൽ കോൾ അവൾ വിളിക്കും 101.
അവൾ 101 വിളിക്കും. 101 ഏതാണ്? ദ ഹെൽപ്പ് ലൈൻ നമ്പർ അല്ലേ? ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ, അതായത് 101 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ അവൾ വിളിക്കുമെന്ന് നമുക്കറിയാം. അടുത്ത ഭാഗം നോക്കൂ. ദ കോൾ വിളി, ഫോർ ഹെൽപ്പ്, ദ കോൾ ഫോർ ഹെൽപ്പ് എന്താണ്? സഹായത്തിനുള്ള വിളി എന്നാണ് അർത്ഥം. നോക്കൂ, ഷീ അതായത് ഡിൽന റേൻ ഓടി. എവിടത്തേക്കാ ഓടിയത്? ഫോൺ വിളിക്കേണ്ടത് കൊണ്ട് ടു ദി ഫോൺ, ഫോണിനടുത്തേക്ക് ഓടി. ആൻഡ് ഡയൽഡ് ഡയൽ ചെയ്തു. 101 101ലേക്ക് ഡയൽ ചെയ്തു. 101 ഏതാണെന്ന് നമുക്കറിയാം, ദ ഹെൽപ്പ് ലൈൻ നമ്പർ അല്ലേ? ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്, അതായത് ഫയർ സ്റ്റേഷനിലേക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 101. ഹേർ അവളുടെ ഹാൻഡ്സ് കൈകൾ വേറായിരുന്നു. എന്തായിരുന്നു? ഷെയ്ക്കിംഗ് വിറക്കുകയായിരുന്നു. അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താണ്? ഇവിടെ വലിയൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ അവൾ ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. നോക്കൂ, എ ലേഡീസ് ലേഡിയുടെ വോയിസ് ശബ്ദം കെയിം വന്നു ഓൺ ദി ലൈൻ അല്ലേ? ലൈനിൽ ഒരു ലേഡിയുടെ ശബ്ദം വന്നു അല്ലേ? നോക്കൂ, 101 വാട്ട് ഈസ് യുവർ എമർജൻസി അല്ലേ? 101 ആണ്. വാട്ട് ഈസ് യുവർ എമർജൻസി? എന്താണ് നിന്റെ അത്യാഹിതാവസ്ഥ? ദിൽന ടുക്ക്, ദിൽന എടുത്തു. എന്താ എടുത്തത്? എ ഡീപ്പ് ബ്രത്ത്, ബ്രത്ത് എന്ന് പറഞ്ഞാൽ ശ്വാസം. എ ഡീപ്പ് ബ്രത്ത്, ഒരു ദീർഘശ്വാസം എടുത്തു അല്ലേ? അപ്പോൾ ഫയർ സ്റ്റേഷനിലേക്ക് കിട്ടിയല്ലോ എന്ന രീതിയിൽ ഒരു ദീർഘശ്വാസം എടുത്തു. ഹലോ ഹലോ, മൈ നെയിം ഈസ് ഡിൽന, എൻ്റെ പേര് ഡിൽന എന്നാണ്. മൈ മോം, എൻ്റെ അമ്മ, ഈസ് ലൈയിങ് കിടക്കുന്നു അല്ലേ? സ്റ്റിൽ ഓൺ ദി ഫ്ലോർ, ഇപ്പോഴും നിലത്ത് കിടക്കുകയാണ്, തറയിൽ കിടക്കുകയാണ്. ബട്ട് ഐ കാണ്ട്, എനിക്ക് കഴിയുന്നില്ല. വേക്കപ്പ്, ഉണർത്താൻ. ഹെർ അവളെ, ഐ കാണ്ട് വേക്കപ്പ് ഹെർ, എനിക്കവളെ ഉണർത്താൻ കഴിയുന്നില്ല. ദ ലേഡി ആസ്ക്ഡ്, ആ സ്ത്രീ ചോദിച്ചു അല്ലേ? വേർ ഈസ് യുവർ ഫാദർ, വേർ എവിടെ, ഈസ് യുവർ ഫാദർ, നിന്റെ അച്ഛൻ എവിടെയാണ്? ഡിൽന റിപ്ലൈഡ്, ഡിൽന മറുപടി പറഞ്ഞു. ഹി ഈസ് വർക്കിംഗ് എബ്രോഡ്, ഹീസ് വർക്കിംഗ്, അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എബ്രോഡ് വിദേശം, അയാൾ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ദിൽനയുടെ അച്ഛൻ വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ലേഡി എന്താ പറഞ്ഞത്? ഓക്കെ, ശരി ഡിൽന ശരി. യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, നീ ചെയ്യുന്നത് എന്താണ്? എ ഗ്രേറ്റ് ജോബ്. എന്താണ്? എ ഗ്രേറ്റ് ജോബ്, നല്ല കാര്യമാണ്. ഗ്രേറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. കെൻ യു ടെൽ, കേൻ കഴിയുമോ? യു നിനക്ക്, ടെൽ മീ എന്നോട് പറയാൻ, യുവർ അഡ്രസ് നിനക്ക് നിന്റെ അഡ്രസ് പറയാൻ കഴിയുമോ? ദ ലേഡി സ്പോക്ക്, സ്പീക്ക് സംസാരിക്കുക, സ്പോക്ക് സംസാരിച്ചു. ആ സ്ത്രീ സംസാരിച്ചു. എങ്ങനെയാ സംസാരിച്ചത്? സോഫ്റ്റ്ലി അല്ലേ? വളരെ മൃദുവായി സംസാരിച്ചു. എന്നാൽ മൃദുവാകുമ്പോൾ പോലും ബട്ട് സീരിയസ്ലി അല്ലേ? എന്നാൽ എന്താണ്? സീരിയസ്ലി, ഗൗരവത്തോടെയുമാണ്. മൃദുവായാണ് സംസാരിക്കുന്നതെങ്കിലും ഈ എമർജൻസി അവസ്ഥയിലുള്ള ഗൗരവം അവൾ വിട്ടിട്ടില്ല. ഗൗരവത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഡിൽന റിമെമ്പേർഡ്, ഡിൽന ഓർത്തു. ടു സ്പീക്ക് ലൗഡ്ലി, ടു സ്പീക്ക് സംസാരിക്കാൻ, ഉച്ചത്തിൽ, ആൻഡ് ക്ലിയർലി അല്ലേ? വ്യക്തമായും. ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് ടോട്ട് ഹെർ അല്ലേ? ജസ്റ്റ് ലൈക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതുപോലെ. ഹെർ ഗ്രാൻഡ് മദർ, അവളുടെ മുത്തശ്ശി, ഹാഡ് ടോട്ട് ഹെർ അല്ലേ? അവളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്
പോലെ സംസാരിക്കണമെന്ന് അവൾ ഓർമ്മിച്ചു. എന്താണ് മുത്തശ്ശി പഠിപ്പിച്ചത്? നമ്മൾ ആരോട് ഇത്തരം ഘട്ടങ്ങളിൽ സംസാരിക്കുമ്പോഴും നമ്മളെ അല്പം നല്ല ശബ്ദത്തോടു കൂടിയും വ്യക്തമായും സംസാരിക്കണം അല്ലേ? അപ്പോൾ അവൾ ദിൽന വ്യക്തമായും ശബ്ദത്തോടു കൂടിയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. എന്താ പറഞ്ഞത്? ഐ ലിവ്, ഞാൻ താമസിക്കുന്നത് അറ്റ് 1203 ഞാൻ താമസിക്കുന്നത്. രാംനഗർ സ്ട്രീറ്റ്, എവിടെയാണ് എൻ്റെ സ്ട്രീറ്റിൻ്റെ പേര്? രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പാടി. ദിൽന, നന്ദി. ഐ വിൽ ഹെൽപ്പ്, ഞാൻ സഹായിക്കും. യു, ഞാൻ നിന്നെ സഹായിക്കും. ദ ലേഡി സെഡ്, ലേഡി പറഞ്ഞു. സ്റ്റേ ഓൺ, സ്റ്റേ ഓൺ എന്നാൽ കണ്ടിന്യൂ, തുടരുക എന്നാണ് അർത്ഥം. സ്റ്റേ ഓൺ, തുടരുക. ദ ഫോൺ, ഫോണിൽ തുടരുക. വിത്ത് മീ അണ്ടിൽ ദ ഫയർമാൻ ഗെറ്റ് ദേർ, അല്ലേ? ഫയർമാൻ അവിടെ എത്തുന്നത് വരെ നീ എൻ്റെ കൂടെ ഫോണിൽ തുടരുക. ഓക്കെ? ദിൽന എഗ്രീഡ്, ദിൽന സമ്മതിച്ചു. അതായത് ഫയർമാൻ അവിടെ എത്തുന്നത് വരെ നീ ഫോൺ കട്ട് ചെയ്യരുത്. എന്താണ്? നീ തുടർന്നു കൊണ്ടിരിക്കണം. നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഹൂം, ആരെ. ഡിഡ് കോൾ എന്നാൽ കോൾഡ് എന്നാണ് അർത്ഥം. ഹൂം ഡിഡ് കോൾ, ആരെ വിളിച്ചു? ദിൽന, ദിൽന ഫോർ ഹെൽപ്പ്, സഹായത്തിന്. സഹായത്തിന് ആരെയാണ് ദിൽന വിളിച്ചത്? കൂട്ടുകാരെ, നമുക്കറിയാമല്ലോ. വാട്ട്, എന്ത്. ഡിഡ് സേ, ഡിഡ് സേ, സെഡ് പറഞ്ഞു. എന്ത് പറഞ്ഞു? ദ ലേഡി, ആ ലേഡി എന്താണ് പറഞ്ഞത്? അപ്പൊ നോക്കൂ, ദിൽന കോൾഡ്, ദിൽന വിളിച്ചു 101, അല്ലേ? ദ ഹെൽപ്പ് ലൈൻ നമ്പർ 101 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ദിൽന വിളിച്ചു. രണ്ടാമത്തെ ചോദ്യത്തിന് വാട്ട് ഡിഡ് ദ ലേഡി സേ, ആ ലേഡി എന്താണ് പറഞ്ഞത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാ. ദ ലേഡി സെഡ് ദാറ്റ്, ലേഡി പറഞ്ഞു ദാറ്റ് ഷീ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ലേഡി എന്താ പറഞ്ഞത്? നീ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇഫ് യു വേർ ദിൽന, അല്ലേ? യുവിന് ശേഷം വേർ വന്നാൽ, ഇഫ് യു വേർ വന്നാൽ അതൊരു ഇമേജിനറി കണ്ടീഷനാണ്, ഒരു സാങ്കല്പികമായ ഒരു കണ്ടീഷനാണ്. നോക്കൂ, ഇഫ് യു വേർ ദിൽന, നീ ദിൽനയായിരുന്നെങ്കിൽ. നീ ഒരിക്കലും ദിൽനയാവില്ല. നമ്മൾ ആരെങ്കിലും ദിൽനയാകുമോ? അതുകൊണ്ട് ഇതൊരു സാങ്കല്പിക കണ്ടീഷനാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ വാട്ട് വുഡ് യു ഡു, നീ എന്ത് ചെയ്യുമായിരുന്നു? അല്ലേ? നമ്മൾ ദിൽനയുടെ സ്ഥാനത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അറ്റ് ഫസ്റ്റ്, ആദ്യം ഐ വിൽ ഇൻഫോം മൈ ഫാദർ, അല്ലേ? അതായത് ഇങ്ങനെ അമ്മ അബോധാവസ്ഥയിൽ തറയിൽ കിടക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഫസ്റ്റ് ഐ വിൽ ഇൻഫോം, ഞാൻ അറിയിക്കും. ആരെ അറിയിക്കും? മൈ ഫാദർ, എൻ്റെ അച്ഛനെ അറിയിക്കും, അല്ലേ? ഇനി ഈഫ് ഐ കാണ്ട് റീച്ച് ഹിം, ഇനി ഈഫ് എങ്കിൽ ഐ കാണ്ട് റീച്ച് ഹിം, അല്ലെങ്കിൽ അദ്ദേഹത്തെ എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഐ വിൽ സീക്ക്, അതായത് ഫോണിൽ കിട്ടുന്നില്ലെങ്കിൽ ഐ വിൽ സീക്ക് ഹെൽപ്പ്, ഞാൻ സഹായം തേടും. ഫ്രം മൈ നൈബർ, അല്ലേ? എൻ്റെ അയൽക്കാരിൽ നിന്ന് സഹായം തേടും. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ചെയ്യുക. ഓക്കെ.